നമ്മുടെ ATM കേസിൽ രണ്ടാമത്തെ മെയിലാണ് നമുക്ക് എടുക്കേണ്ടത്. ആദ്യത്തെ രണ്ടാമത്തെ മെയിൽ കഴിക്കണം. അല്ല സാറേ, ഞാൻ 2 മാസം മുമ്പേ സാലറി കിട്ടിയതിൻ്റെ കുറച്ച് പൈസ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോക്ക് ഇടിഞ്ഞു, ഞാൻ ഇട്ട പൈസ മൊത്തം പോയി. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ യൂട്യൂബിലെ ഒരു ഇൻഫ്ലുവൻസർ ചേട്ടൻ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ ഇട്ടു, അത് പോയി. അടിപൊളി. എൻ്റെ കുഞ്ഞേ ദേവി. എൻ്റെ ദേവി, കണ്ട ചേട്ടന്മാർ പറയുന്നത് കേട്ടിട്ടാണോ ഈ സ്റ്റോക്കിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇത് നന്നായി ക്ഷമയോടെ പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ പിന്നെ ഇപ്പം സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അല്ല, അത് ഞാൻ പറയാം. എൻ്റെ കാശ് മൊത്തം പോയപ്പോഴത്തേനും ആകെ മൊത്തത്തിൽ ഡാർക്കായി. എൻ്റെ വീട്ടുകാർക്ക് എന്നിലുള്ള ട്രസ്റ്റ് മൊത്തം പോയ പോലെ ഒരു തോന്നൽ. അപ്പോൾ പിന്നെ എനിക്കും വാശിയായി. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റിയും ഇൻഷുറൻസ് പ്ലാനിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ നമ്മുടെ ChatGPT ലോ പ്രീമിയം ഹൈ ബോണസ് ഒരു ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് സ്കീം ചോദിച്ചു. അപ്പോൾ ChatGPT ആണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. എനിക്ക് പറ്റിയ PLE സ്കീം ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? പിന്നെന്താ, 20 വർഷത്തേക്ക് 45,980 രൂപ ഇയർലി പ്രീമിയമായിട്ട് അടച്ചാൽ എല്ലാ വർഷവും 52,000 രൂപ ഡിപ്പാർട്ട്മെൻറ്റ് ബോണസായിട്ട് നൽകുന്നതാണ്. ഈ പ്രീമിയം കാൽക്കുലേഷൻ എന്തെങ്കിലും ആപ്പ് ഉണ്ടോ? പിന്നെ പ്ലേ സ്റ്റോറിൽ ഡാക് സേവ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയേ. ഓക്കെ, എനിക്കിതിൻ്റെ ബെനിഫിറ്റൊക്കെ മനസ്സിലായി. പക്ഷേ മറ്റ് ഇൻഷുറൻസുകളെ അപേക്ഷിച്ച് ഇതിന് ഇത്രയും ബെനിഫിറ്റ്സ് എങ്ങനെയാ? അല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡൗട്ടാണേ. ഈ PLAക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടേ. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോസ്റ്റൽ ഡയറക്ടർ ജനറലായ ഒരാളുണ്ടായിരുന്നു, മിസ്റ്റർ ഹോക്ക്. അന്ന് ഇതുപോലത്തെ ഫെസിലിറ്റികളൊന്നും ഇല്ലായിരുന്നു. പോസ്റ്റ്മാൻമാരെല്ലാം കാടും മലയും പുഴയും ഒക്കെ കടന്നാണ് കത്തുകൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവരുടെ ജീവന് പോലും ഭീഷണിയായ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തപാൽ ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം അന്നേ ചിന്തിച്ചു. അന്നും നിരവധി പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാരായ ഈ ജീവനക്കാർക്ക് അത് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ സാധാരണ ജീവനക്കാർക്ക് പറ്റുന്ന ഒരു ഇൻഷുറൻസ് നമ്മുടെ തപാൽ വകുപ്പിന് കീഴിൽ തന്നെ തുടങ്ങിയാൽ എന്തായിരിക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടാകുകയും ആ ചിന്തയിൽ നിന്നാണ് പോസ്റ്റ്